ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇന്നൊരു ഈവനിങ് റൂട്ടീനാണ്. എല്ലാ ഈവനിങ്ങും ഇങ്ങനെയല്ല. അപ്പോൾ ഇന്ന് വൈകിട്ടായപ്പോഴേക്കും ഇന്നൊരു ആലു പറാത്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോ എടുത്തേക്കാം, റെസിപ്പിയുടെ വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ആലു പറാത്തയുടെ റെസിപ്പിയുടെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ ഒരു വീഡിയോ ആയിട്ടിടാം, പിന്നീട് കാണണമെന്ന് വെച്ചാൽ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ കിഴങ്ങ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വേവിക്കാനായിട്ട് വെക്കാൻ പോവാണ്. എപ്പോഴും ഞാനിങ്ങനെ കിഴങ്ങിൻ്റെ ഇങ്ങനെ തൊലിയൊന്നും അധികം കളയാറില്ല, തൊലിയിലെ ഗുണമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ മാത്രം ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് വെക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാറ് പതിവ്. പിന്നെ വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തൊലി കളയാൻ എളുപ്പമാണല്ലോ, അങ്ങനെയും കളയും. ചിലപ്പോൾ അങ്ങനെയും കളയാറില്ല, അങ്ങനെ നേരിട്ടിടാറുണ്ട്. പിന്നെ നന്നായിട്ട് മോശമായിട്ടുള്ള കിഴങ്ങിൻ്റെ ഒക്കെ മാത്രം തൊലി മാത്രം കളഞ്ഞിട്ട് അങ്ങനെ കുക്കറിലിട്ട് ഒരു 3-4 വിസിൽ നന്നായിട്ട് വേകണം. നന്നായിട്ട് ഉടച്ചെടുക്കേണ്ടത് കൊണ്ട് ഞാൻ നന്നായിട്ട് വേവിക്കുന്നുണ്ട്. ആലു പറാത്ത ഞാൻ മിക്കവാറും ഒക്കെ വെക്കാറുണ്ട്, കാരണം ഇതിനധികം കറികളുടെ ഒന്നും ആവശ്യമില്ല. തൈര് അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഇതിനുള്ളിൽ ഫില്ലിങ് വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പം അധികം കറികളുടെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വെക്കാറ്. അത്ര ഈസി അല്ല, എന്നാലും കറിയൊന്നും വേണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഇത് വെക്കാറുണ്ട്. ഈ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്ന നെയ്യ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ബട്ടർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാൻ കൂടുതൽ നെയ്യാണ് ഉപയോഗിക്കാറ്. അപ്പം സന്ധ്യയൊക്കെ ആയി വിളക്ക് കത്തിക്കുന്ന സമയമൊക്കെ ആയി. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും കിഴങ്ങ് വേകുമല്ലോ. അപ്പോൾ കിഴങ്ങ് കുക്കറിൽ വെച്ചിട്ട് വന്നിട്ട് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ കിഴങ്ങൊക്കെ വെന്ത് സെറ്റായിട്ട് കഴിയും. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് വന്നു. എന്നിട്ട് നമ്മൾ ആലു പറാത്തയ്ക്കുള്ള മാവ് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ കുറച്ച് ചപ്പാത്തിക്കൊക്കെ ഉള്ള ആ പരുവത്തിൽ തന്നെ കുഴച്ചെടുത്താൽ മതി. എൻ്റെ കയ്യിലിപ്പം മല്ലിയില തീർന്നു, ഇപ്പോൾ പാഴ്സലിയില കുറച്ച് ഇല ഇരിപ്പുണ്ട്. അപ്പം അത് ഇടാമെന്ന് വിചാരിച്ചു. അത് വേറൊന്നിനും ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല, എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് പിടിക്കത്തില്ല. അപ്പം ഞാൻ കുറച്ചുകൂടെ ഇരിപ്പുള്ളായിരുന്നു, അത് ഞാൻ ഇതിലേക്ക് ഇട്ടെന്നേ ഉള്ളൂ. ഇതില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനത് ചെറിയ പൊടിയായിട്ടായിരിക്കും. നമുക്ക് ഒരുപാട് ഇത്തിരി കട്ടിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴയ്ക്കുമ്പോൾ പരത്തുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനത് ചെറുതായിട്ട് ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ആ പൊടിയിലേക്ക് തന്നെ ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന കണക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾക്കാണെങ്കിൽ അത് കുഴച്ച് വെച്ചിട്ട് നമ്മൾക്ക് ഉള്ളിയും ഒക്കെ അരിഞ്ഞെടുക്കുക. ഉള്ളിയും പച്ചമുളകും ഞാൻ ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ സമയത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് കുഴച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് സോഫ്റ്റ് ആവുകയും ചെയ്യും മാവ്.
ഇവിടെ ആണെങ്കിൽ ഇപ്പം നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അധികം അങ്ങനെ അത്ര ചൂട് സഹിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും ഇവിടെ വന്നപ്പോൾ ഭയങ്കര ചൂടാണ്. നമുക്കൊന്നും ഇപ്പം ഫാനില്ലാതെ ഇരിക്കാൻ പോലും പറ്റത്തില്ല. അതുപോലെ നമ്മൾ വെക്കുന്ന ഭക്ഷണമൊക്കെ ആണെന്ന് വെച്ചാൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും അത് ചീത്തയാവും. നല്ല ചൂടല്ലേ, പുറത്തൊന്നും വെക്കാൻ പറ്റത്തില്ല. നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കുക, വൈകുന്നേരം എടുക്കുക, അങ്ങനെ പറ്റത്തുള്ളൂ. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇല്ലെങ്കിൽ ഭയങ്കര ചീത്ത. അപ്പം ഞാൻ കുറച്ച് ചോറേ വെക്കാറുള്ളൂ. വൈകുന്നേരം എന്തെങ്കിലും ഇങ്ങനെ പലഹാരം ആക്കിയിട്ടുണ്ട്. മിക്ക ദിവസങ്ങളിലും ഇപ്പോൾ പലഹാരമാണ് അത്. അപ്പം ഇന്ന് ആലു പറാത്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം കൗണ്ടർ ടോപ്പും അവിടെ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ പരത്തിയിട്ട് അവിടെ തന്നെ വെക്കാമല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ പാത്രത്തിൽ തന്നെ വെച്ച് അതിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാൻ അവിടെ തന്നെ ക്ലീൻ ചെയ്ത് അവിടെ തന്നെയാണ് പരത്തുന്നതും വെക്കുന്നതും. പിന്നെ അവിടെ നിന്നെടുത്ത് ചുടുകയാണ് ചെയ്യുന്നത്. മിക്കയിടത്തും എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. നാട്ടിൽ പതുക്കെ മഴയുടെ സ്റ്റാർട്ടിങ് ആണെന്ന് കേട്ടു. ചൂടിനൊരു ആശ്വാസമായി കാണും. അപ്പം മഴ പെയ്യുമ്പം ഈ സമയം മഴയുടെ സമയമാണല്ലോ, നല്ല മഴ പെയ്യുന്ന സമയമല്ലേ. നല്ല രസമായിരിക്കും. നല്ല മഴയും മാങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന്, താഴെയെല്ലാം വീണ് പോകുന്നൊക്കെ അമ്മ പറയുന്നു. അപ്പോൾ നമ്മുടെ ആലു പറാത്തയുടെ നമ്മൾ നേരത്തെ വെച്ചിട്ട് പോയ കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 5 വിസിലൊക്കെ അടിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇത് ഉടയ്ക്കാനായിട്ട് എളുപ്പമാവും നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ. ഇല്ലെങ്കിൽ കുറച്ച് ഹാർഡായിപ്പോയി, ഉടയ്ക്കാൻ നമുക്ക് കുറച്ച് പാടായിരിക്കും. ഇപ്പം ഞാനത് ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സവോളയും ഒരു പച്ചമുളകും നന്നായിട്ട് ചോപ്പറിലിട്ട്, നമ്മൾ കൈ വെച്ച് അരിഞ്ഞാലും മതി. ഞാനിപ്പം എളുപ്പത്തിന് ചോപ്പറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾക്ക് അധികം വഴറ്റാതെ തന്നെ ഉണ്ടാക്കാം. അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ നന്നായിട്ട് വഴറ്റി, അപ്പോൾ കുറച്ചൊരു ടേസ്റ്റ്, മസാലയുടെയൊക്കെ ഒരു ടേസ്റ്റ് വേറെ വരും. നമ്മൾ വഴറ്റാതൊക്കെ വെക്കുകയാണെങ്കിൽ അത് വേറൊരു ടേസ്റ്റ്. നമ്മൾ പാനിപ്പൂരിയുടെയൊക്കെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ പച്ചക്കല്ലേ എല്ലാം ഇങ്ങനെ കിഴങ്ങ് അങ്ങനെയെല്ലാം നമ്മൾ കിഴങ്ങ് വേവിച്ചിട്ടാണെങ്കിലും അധികം വഴറ്റാതെ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ. അങ്ങനെയും വെക്കാം ഇത്. പക്ഷേ 2 രീതിയിലും വെക്കാം. അപ്പോൾ ഞാനിപ്പം ഇത്തവണ വെക്കുമ്പോഴത്തേക്കും ഞാൻ വഴറ്റിയിട്ടാണ് വെക്കുന്നത്. അപ്പം ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്ത് ഉള്ളി മാറ്റി വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ടേ ഉള്ളൂ. കുഴച്ച് വയ്ക്കുമ്പോഴേക്കും ഈ ടൈം കൊണ്ട് നമ്മൾ അത് നന്നായിട്ട് മാവ് കുറച്ച് നേരം ഇരിക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആവത്തില്ലേ, അങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ പാൻ വെച്ചിട്ട് അതിലേക്ക് ചെറിയ ജീരകവും വലിയ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പു, ഒരു 2 ഏലയ്ക്ക, ഒരു പട്ട ഇട്ടിട്ടുള്ളൂ. അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നെയ്യിൽ ഇത് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പം ഇത് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയല്ല, സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോള ഇട്ടിട്ട് ആദ്യം ഉപ്പിടണ്ട. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വഴണ്ട് പോകും. നമുക്ക് അധികം വഴണ്ട് ഇത് വേണ്ട. സവോള നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്യും. അധികം വഴറ്റുണ്ടല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ ആഡ് ചെയ്യാം. ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ നമ്മൾ ഗരം മസാല, ഇത്രയും പൊടികളാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് കിഴങ്ങ് ഉടച്ച് വെച്ചതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഒക്കെ ചേർത്തിട്ട് അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫില്ലിങ് റെഡിയാവും. ഈ സമയത്ത് ഞാൻ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡ്രൈ മല്ലിയില ഇരിപ്പുണ്ട്. അപ്പം അത് വാങ്ങിച്ചതിരിപ്പുള്ളതുകൊണ്ട് ഞാൻ അതിട്ട് കൊടുത്തു. ഈ സമയത്ത് നല്ല ഫ്രഷ് മല്ലിയില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മല്ലിയിലയാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. മല്ലിയില ഇടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നാറുണ്ട് കേട്ടോ. അപ്പം മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതൽ ഇട്ടോളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിനി ആലു പറാത്തയ്ക്കുള്ള മാവ് കുഴയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിലെല്ലാം ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ലാസ്റ്റത്തെ ബോൾ അല്ലിക്ക് വേണം. അതിനിവിടെ ആൾ വെയിറ്റിംഗ് ആണ്. കിട്ടിക്കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇവളുടെ ഇച്ചിരി കാണുമ്പോൾ എനിക്ക് എൻ്റെ കൊച്ചിൽ ഞാനിങ്ങനെ അമ്മയോട് ചോദിക്കാറുണ്ട്. അമ്മ എല്ലാ ദിവസവും തരത്തില്ല, ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അമ്മ അത് ഓർക്കുമായിരിക്കും. പിന്നെ വഴക്കിട്ടൊക്കെ മേടിക്കും.
പിന്നെ അതിപ്പോൾ അലിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് ഓർമ്മ വന്നു. അവൾക്ക് കുറേ നേരം അതുമായിട്ട് ഇങ്ങനെ കളിച്ച് ചിരിച്ചൊക്കെ ഇരിക്കും. കുറച്ചൊക്കെ വായി വയ്ക്കും. അപ്പം പിള്ളേരെയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ എന്നിട്ട് രണ്ട് രീതിയിൽ ഇതിങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അത് രണ്ടും ഞാൻ കാണിച്ചു തരാം. ഞാൻ കൂടുതലും ഒരു രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. മറ്റേത് കുറച്ച് ഇത്തിരി ഡിഫിക്കൽട്ടാണ് ഉണ്ടാക്കാനായിട്ട്. ചിലപ്പോൾ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. രണ്ടും പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും, എന്നാലും കുറച്ച് ശ്രദ്ധിച്ചുണ്ടാക്കണം ഇത്. ഇല്ലെങ്കിൽ അത് ആദ്യമൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേ അത് ശരിയാവത്തുള്ളൂ. ഞാൻ ആദ്യം ഒരു ചെറിയ ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിനകത്തോടെ നമ്മൾ ഫില്ലിങ് വെക്കും. എന്നിട്ട് അതേ വലുപ്പത്തിൽ തന്നെ വേറൊരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഒരുപാട് നൈസായി പോകരുത്, ഇത്തിരി കട്ടിക്ക് വേണം പരത്താനായിട്ട്. എന്നിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് അതിൻ്റെ എഡ്ജെല്ലാം ഇങ്ങനെ ലോക്ക് ചെയ്യും. ഇങ്ങനെ എല്ലാ സൈഡും ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് പതുക്കെ പൊടിയെല്ലാം തേച്ച് പതുക്കെ ഇങ്ങനെ പരത്തിയെടുക്കും. ഈ എഡ്ജ് കുറച്ചുകൂടെ സ്മൂത്താക്കണം. നല്ല ഒരു അധികം കട്ടി പാടില്ല. കട്ടിയാണെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നത്തില്ല. ഇത്തിരി കട്ടിയുള്ള പോലെ തോന്നും. അപ്പം അങ്ങനെ ഉണ്ടാക്കി നന്നായിട്ട് പൊട്ടാതെ അത് മാറ്റി വെക്കണം. അപ്പോൾ രണ്ടാമത് ഉണ്ടാക്കുന്നത് ഇങ്ങനെ അത്യാവശ്യം കട്ടിക്ക് പരത്തിയിട്ട് അതിനകത്ത് ഫില്ലിങ് വെച്ചിട്ട് എന്നിട്ട് അതിങ്ങനെ ബോൾ പോലാക്കി അത് പരത്തിയെടുക്കുകയാണ്. അത് കുറച്ച് പാടാണ്. അത് പരത്തിയെടുക്കാൻ നല്ല എക്സ്പേർട്ടായവർക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. ഞാൻ അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇങ്ങനെ വെച്ചിട്ട് അതിനുള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് അതിൻ്റെ ഫുൾ കവർ ചെയ്തിട്ട് അത് പരത്തിയെടുക്കാനാണ്. കുറച്ച് പാടാണ്. ഞാനിങ്ങനെ രണ്ട് രീതിയിൽ ഉണ്ടാക്കും എന്നുള്ളതൊന്ന് കാണിച്ചു തന്നുള്ളൂ. അല്ലാതെ വേറെ രീതിയിലും ഉണ്ടാക്കും. 4 സൈഡ് ഇങ്ങനെ ചതുരം പോലെ ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഈ രീതിയിലെല്ലാം ഉണ്ടാക്കിയാലും സംഭവം ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ നമ്മളെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മളിത് വെക്കുന്നത് കൂടുതലും നെയ്യിലാണ്. അവിടുത്തെ നോർത്ത് ഇന്ത്യൻ എല്ലാ ഡിഷസിലും നെയ്യ് അവരുടെ മെയിനായിട്ടുള്ള കാര്യമാണ്. നെയ്യ് അത് ചേർക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് കാണും. നെയ്യ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതായിട്ടല്ലേ നമ്മൾ പറയാറുള്ളത്. അപ്പം നെയ്യ് കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടാണ് ഇതിൻ്റെ 2 സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പം ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് ഒരു സൈഡ്, ഞാൻ അത്ര ഒഴിക്കുന്നില്ല, എന്നാലും അത്യാവശ്യം ഇത് വേകാനുള്ള നെയ്യ് വേണമല്ലോ. അപ്പം ഒരു സൈഡ് 2-3 മിനിറ്റ് വെച്ച് നെയ്യ് തേച്ച് 2 സൈഡ് അങ്ങനെയാണ് വേവിച്ചെടുക്കേണ്ടത്. മറിച്ചിട്ടിട്ട് അങ്ങനെ തേച്ച് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് വേകാനായിട്ട് കുറച്ച് ചപ്പാത്തിയെ പോലല്ലോ, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മളെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ. എന്നിട്ട് അവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് അല്ലിക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. അങ്ങനെ അല്ലിക്ക് ഫുഡ് കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല, കുറച്ച് ഫില്ലിങ് ബാക്കിയുണ്ട്. അപ്പോൾ അതും തൈരും അച്ചാറും ഒക്കെ മതി. അധികം കറികളുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റുമാണ്. കുറച്ച് ബട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ ഭയങ്കര നല്ലതാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇവിടെ അല്ലിയും കഴിക്കാറുണ്ട്. പിന്നെ പൊട്ടറ്റോ ഒക്കെ അല്ലിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കിഴങ്ങൊക്കെ കഴിക്കാനും പിള്ളേർക്കൊക്കെ ഇഷ്ടമാണല്ലോ, അപ്പോൾ അവർ കഴിച്ചോളും. അപ്പം നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.